ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 2ാമത്തെ യൂണിറ്റായ ഫെസ്റ്റീവ് ഫൺ എന്നതിലെ ആക്ടിവിറ്റീസാണ് കേട്ടോ. ഫെസ്റ്റീവ് ഫൺ എന്നുള്ള ചാപ്റ്ററും അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും അതിലെ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് താഴെ കൊടുക്കാം, കണ്ടു നോക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ വീഡിയോസ് എല്ലാം STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതല്ല, ഇനി ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് മാത്രം മതിയെങ്കിൽ STD3 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ടായിരിക്കും, അത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1, ദ പിക്ചേഴ്സ് ഓഫ് ജൂലിയാസ് ഫ്രണ്ട്സ് ആർ ഗിവൺ ബിലോ. ജൂലിയയെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മളുടെ മെർമെയ്ഡ് അല്ലേ, മത്സ്യകന്യക പ്രിൻസസ് ആയിരുന്നു. ജൂലിയയുടെ ഫ്രണ്ട്സിൻ്റെ ചിത്രങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദെം ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ കോളംസ്. അവരെ കണ്ടിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ? തിരിച്ചറിഞ്ഞ് അവയുടെ പേരെന്താണെന്ന് താഴെയുള്ള കോളത്തിൽ എഴുതി കൊടുക്കുക. ആദ്യത്തേത് നോക്കിക്കേ. ആദ്യത്തേതൊരു ഷാർക്കാണ്, അടുത്തത് സ്റ്റാർ ഫിഷാണ്, മൂന്നാമത്തേത് ജെല്ലി ഫിഷാണ്, 4ാമത്തേത് മാക്രലാണ്, പിന്നെ അടുത്തത് പ്രോണാണ്, നമ്മുടെ ചെമ്മീനില്ലേ, ചെമ്മീനാണ്, പിന്നെ അടുത്തത് ക്രാബാണ്, ഞണ്ട്, പിന്നെയോ ഒക്ടോപ്പസാണ്, നീരാളിയാണ്, അവസാനത്തേത് വെയിലാണ്, തിമിംഗലമാണ്. ആക്ടിവിറ്റി 2, സം വേർഡ്സ് ആർ ഗിവൺ ബിലോ. കുറച്ച് വാക്കുകൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ക്ലാസിഫൈ ദം ഇൻറ്റു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അവയെ എന്താക്കിയിട്ട് തിരിക്കണം? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്നിങ്ങനെ 2 കോളമാക്കിയിട്ട് തിരിക്കണം. ആഡ് മോർ ഐറ്റംസ് ഇൻ ദ ലിസ്റ്റ്. നിങ്ങൾക്കറിയാവുന്ന മറ്റ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൽ ചേർത്ത് കൊടുക്കുകയും വേണം. നോക്കിക്കുക, ആദ്യത്തേത് പൊമഗ്രനേറ്റ് എന്ന് വെച്ചാൽ മാതളം, ഉറുമാമ്പഴം എന്നൊക്കെ പറയില്ലേ, അതൊരു ഫ്രൂട്ടാണ് അല്ലേ. പിന്നെ ബ്രോക്കളി ഒരു വെജിറ്റബിളാണ്. പിന്നെ ആപ്പിൾ ഫ്രൂട്ടാണ്. ഗ്രേപ്സ് മുന്തിരി ഫ്രൂട്ടാണ്. ക്യാരറ്റ് വെജിറ്റബിളാണ്. പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് വെജിറ്റബിളാണ്. ക്യുക്കുംബർ എന്ന് വെച്ചാൽ നമ്മുടെ കക്കരിക്കയില്ലേ, അതെന്താണ്? വെജിറ്റബിളാണ്. സ്ട്രോബെറി ഫ്രൂട്ടാണ്. പൈനാപ്പിൾ കൈതച്ചക്ക ഫ്രൂട്ടാണ്. കോളിഫ്ലവർ ഒരു വെജിറ്റബിളാണ്. അവക്കാഡോ നമ്മളുടെ ബട്ടർ പോലെ ഒരു ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ അവക്കാഡോ ഫ്രൂട്ടാണ്. വാട്ടർമെലൺ തണ്ണിമത്തൻ ഫ്രൂട്ടാണ്. ബീൻസ് നമ്മളുടെ ഒരു പയറാണ്. ആ പയറെന്താണ്? വെജിറ്റബിളാണ്. പിന്നെ പീസ് നമ്മുടെ സാധാ പയറില്ലേ, പയർ വെജിറ്റബിളാണ്. റാഡിഷ് എന്ന് വെച്ചാൽ മുള്ളങ്കി, നമ്മളുടെ ക്യാരറ്റ് പോലെ ഒക്കെയുള്ളൊരു ചെറിയൊരു വെജിറ്റബിളാണ് കേട്ടോ അത്. പിന്നെയോ ബ്ലൂബെറി ഒരു നീല കളറിലുള്ളൊരു ഫ്രൂട്ടാണ്. കിവിയും ഒരു ഫ്രൂട്ടാണ്. നമ്മളുടെ പപ്പായ അറിയാലോ, കർമൂസ എന്നൊക്കെ പറയില്ല, അതെന്താണ്? ഫ്രൂട്ടാണ്. ക്യാബേജ് ഒരു വെജിറ്റബിളാണ്. പ്ലം ഫ്രൂട്ടാണ്. പിയർ ഇതുപോലെ തന്നെ ചെറിയൊരു ഫ്രൂട്ടാണ്. ബീട്രൂട്ട് വെജിറ്റബിളാണ്. ലേഡീസ് ഫിംഗർ എന്ന് വെച്ചാൽ നമ്മളുടെ വെണ്ടയ്ക്ക എന്താണ്? വെജിറ്റബിളാണ്. സ്പിനച്ച് എന്ന് വെച്ചാൽ നമ്മളുടെ ചീര വെജിറ്റബിളാണ്. ടൊമാറ്റോ തക്കാളി വെജിറ്റബിളാണ്. ഓറഞ്ച് ഫ്രൂട്ടാണ്. ചെറിയൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ് ഇതിനെ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ആക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് താഴെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആക്ടിവിറ്റി 3, ദ റെസിപ്പ് ഓഫ് വെജിറ്റബിൾ സാലഡ് ഈസ് ഗിവൺ ഇൻ ദ ബോക്സ്. റീഡ് ഇറ്റ്. വെജിറ്റബിൾ സാലഡിൻ്റെ റെസിപ്പ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഉണ്ടാക്കുന്ന രീതി നമുക്ക് താഴെ തന്നിട്ടുണ്ട്. നോക്കിക്കേ. ടേക്ക് സം വെജിറ്റബിൾസ് ദാറ്റ് ക്യാൻ ബി ഈറ്റൻ റോ. പച്ചയ്ക്ക് കഴിക്കാവുന്ന കുറച്ച് വെജിറ്റബിൾസ് എടുക്കുക. വാഷ് ദം, നന്നായിട്ട് കഴുകുക. പീൽ ദ സ്കിൻ ഇഫ് നീഡഡ്. തൊലി കളയണം എന്നുണ്ടെങ്കിൽ തൊലി കളയുക. ചിലതിന് തൊലി കളയണ്ടല്ലോ, നമുക്ക് തക്കാളിക്ക് ക്യാരറ്റിനൊന്നും തൊലി കളയണ്ട. എന്നാൽ ഉള്ളി, അതുപോലെ നമ്മളുടെ ബാക്കി ചില പൊട്ടറ്റോ അങ്ങനത്തെ വെജിറ്റബിൾസിനെല്ലാം എന്ത് ചെയ്യണം? പീൽ ചെയ്യണം, അല്ലെ അതിൻ്റെ തൊലി കളയണം അല്ലേ. ചോപ്പ് ദം ഇൻറ്റു പീസസ്. എന്നിട്ടോ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്യുക. പുട്ട് ദം ഇൻറ്റു എ ബൗൾ. ഒരു ബൗളിലേക്ക് ഇടുക. ആഡ് എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് പെപ്പർ. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ദ സാലഡ് ഈസ് റെഡി. സാലഡ് എന്തായി? തയ്യാറായി. നൗ ലെറ്റ്സ് മേക്ക് എ ഫ്രൂട്ട് സാലഡ്. ഇനി നമുക്കൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാം. ഹൗ ഡു വി മേക്ക് എ ഫ്രൂട്ട് സാലഡ്? എങ്ങനെയാണ് മക്കളെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നത്? Take some of your favorite fruits such as apple, banana, grapes, pineapple, pomegranate, etc.
ആപ്പിള്, പഴം, മുന്തിരി, പൈനാപ്പിൾ, അതുപോലെ ഉറുമാമ്പഴം, ഇങ്ങനെയുള്ള കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുക. പീൽ ദെയർ സ്കിൻ ഇഫ് ഇറ്റ്സ് നീഡഡ്. തൊലി കളയണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ തൊലി കളയുക. വാഷ് ദെം, എന്നിട്ട് കഴുകുക. കട്ട് ദെം ഇൻ ടു സ്മോൾ പീസസ്. ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിക്കുക, കട്ട് ചെയ്യുക. പുട്ട് ദെം ഇൻ ടു എ ബൗൾ. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ആഡ് യുവർ ഫേവറേറ്റ് ഐസ്ക്രീം ഓർ കസ്റ്റർഡ് മിക്സ് ഇൻ ടു ഇറ്റ്. എന്നിട്ടോ അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഐസ്ക്രീമോ അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തിട്ടില്ലേ അതോ ചേർത്ത് കൊടുക്കുക. ദ ഫ്രൂട്ട് സാലഡ് ഈസ് റെഡി. അപ്പോൾ എന്തായി, നമ്മുടെ ഫ്രൂട്ട് സാലഡ് തയ്യാറായി. ആക്ടിവിറ്റി 4. ഒബ്സർവ് ദ പിക്ചർ. താഴെ തന്നിട്ടുള്ള ചിത്രം നോക്കിക്കേ. ഐഡൻറ്റിഫൈ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ദ ഷോപ്പ് ആൻഡ് റൈറ്റ് ദം ബിലോ. ഇതിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നോക്കിയിട്ട് എന്ത് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്തിട്ട് തരം തിരിച്ചിട്ട് താഴെയുള്ള കോളത്തിൽ എഴുതി കൊടുക്കുക. ഫ്രൂട്ട്സിൻ്റെ കോളത്തിലും വെജിറ്റബിൾസിൻ്റെ കോളത്തിലും എഴുതി കൊടുക്കുക. ആദ്യം നമുക്കിവിടെ ഒരു വാട്ടർമെലൺ ഫ്രൂട്ട്സ് നോക്കാം. ഇവിടെ വാട്ടർമെലൺ കാണുന്നുണ്ട് അല്ലേ, തണ്ണിമത്തൻ കാണുന്നുണ്ട്, പിന്നെ ജാക്ക് ഫ്രൂട്ട്, ചക്ക കാണുന്നുണ്ട്, ബനാന പഴമുണ്ട്, ഓറഞ്ച് കാണുന്നുണ്ട്, ഗുവ അടയ്ക്കാപ്പഴം കാണുന്നുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബാക്കിലായിട്ട് ഇയാളുടെ പുറകിലായിട്ടൊരു മാംഗോ കാണുന്നുണ്ട്. പിന്നെ ഈ നീല നിറത്തിലുള്ളത് എനിക്ക് തോന്നുന്നു ബ്ലൂബെറി ആണെന്ന് തോന്നുന്നു, ശരിക്കും മനസ്സിലാവുന്നില്ല. ഫ്രൂട്ടാണ്, ബ്ലൂബെറി നമുക്ക് എഴുതി കൊടുക്കാം. പിന്നെ ഇവിടെ കണ്ടോ സീതപ്പഴത്തിന് നമ്മൾ എന്താ പറയുക, കസ്റ്റാർഡ് ആപ്പിൾ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സൊക്കെ നമുക്കിതിൽ കാണാം. ഇനി വെജിറ്റബിൾസ് ഏതൊക്കെയാണ് ഇത് നോക്കിക്കേ. ഇവിടെ നമുക്ക് ചീര കാണാം, സ്പിനാച്ച്, ചീര, പിന്നെ പംകിൻ അല്ലേ, മത്തനുണ്ട്, പിന്നെ അതുപോലെ പൊട്ടാറ്റോ ഉണ്ട്, ടൊമാറ്റോ, തക്കാളി ഉണ്ട്, ബിറ്റർ ഗൗഡ് ഉണ്ട്, എന്ന് വെച്ചാൽ നമ്മളുടെ കൈപ്പക്കയുണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, അതുപോലെ ടാപ്പിയോക്ക, കപ്പയുണ്ട്, പിന്നെയോ ചേന കാണാം അല്ലേ, ചേനയ്ക്ക് എന്താ പറയുക, യാം എന്നാണ് പറയുക. പിന്നെ അതുപോലെ പടവലങ്ങയുണ്ട്, പടവലങ്ങയ്ക്ക് സ്നേക്ക് ഗാർഡ് എന്ന് പറയും അല്ലേ. പിന്നെ അതുപോലെ നമ്മളുടെ വേറെ ഏതൊക്കെയാണ് വെജിറ്റബിൾസ് ഉള്ളത് ഒന്ന് നോക്കി എഴുതണേ. നിങ്ങൾ കാണുന്നത് എനിക്ക് കാണാത്തത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കി എഴുതണേ. ആക്ടിവിറ്റി 5. പ്രിപ്പയർ ആൻ ആൽബം കളക്ടിങ് പിക്ചേഴ്സ് ഓഫ് വേരിയസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നിങ്ങൾക്കറിയാവുന്ന ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ആൽബം ഉണ്ടാക്കി നോക്കുക. ആക്ടിവിറ്റി 6. റീറൈറ്റ് ദ സെൻറ്റൻസസ് ഇൻ ദ ഗിവൺ ഫോർമാറ്റ്. താഴെ തന്നിട്ടുള്ള സെൻറ്റൻസുകൾ താഴെ തന്നിട്ടുള്ള ഇതിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ എഴുതി കൊടുക്കണം. എ മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേഴ്സ് നിയർ ദ വിൻഡോ. നല്ല മനോഹരമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഒരു മത്സ്യകന്യക ജനവാതിലിനടുത്ത് പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെടുന്നു. അതിനെങ്ങനെ മാറ്റി എഴുതിയിട്ടുണ്ട്? എ മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേർഡ് നിയർ ദ വിൻഡോ. മനോഹരമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഒരു മത്സ്യകന്യക ജനവാതിലിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പിയേർഡ് എന്നാക്കി. അപ്പോൾ അപ്പിയേഴ്സ് എന്നുള്ളതിനെ അപ്പിയേർഡ് എന്നാക്കി. അതായത് അപ്പിയേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്പിയർ എന്ന് പറയുന്നത് V1 ഫോമാണ്, വെർബ് 1 ആണ്. അപ്പിയേർഡ് ആകുമ്പോൾ വെർബ് 2 ആയി, പ്രത്യക്ഷപ്പെട്ടു എന്നായിട്ടോ. ഇനി ഇതുപോലെ തന്നെ താഴെ തന്നിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം, അതിലുള്ള വെർബ് 1 ഉള്ള ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, വെർബ് 2ൻ്റെ ഫോമാറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ആദ്യത്തേത് നോക്കിക്കേ. ദ ജെല്ലി ഫിഷ് ബ്രിങ്സ് ഗ്ലിൻറ്റിങ് ലൈറ്റ്. ജെല്ലി ഫിഷ് നല്ല തിളങ്ങുന്ന ലൈറ്റുകൾ കൊണ്ടുവരുന്നു. ബ്രിങ് എന്നുള്ളതിൻ്റെ വെർബ് 2 ഫോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് എന്താണ്, ബ്രോട്ട് എന്നാണ്. അപ്പോൾ എന്താ ഇങ്ങനെ വരും, ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിൻറ്റിങ് ലൈറ്റ്. ജെല്ലി ഫിഷ് നല്ല തിളങ്ങുന്ന ലൈറ്റുകൾ കൊണ്ടുവന്നു എന്നാവും. രണ്ടാമത്തേത് നോക്കൂ. ദ വെയിൽസ് കം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. തിമിംഗലങ്ങൾ കിലുങ്ങുന്ന വളകളുമായി വരുന്നു. കം വിത്ത് എന്നുള്ള കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ് മക്കളെ, കെയിം എന്നാണ്. കെയിം എന്നാണ്. അപ്പോൾ ദ വെയിൽ കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. അടുത്തത് ദ ഡോൾഫിൻസ് ക്യാരി ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ഡോൾഫിനുകൾ നല്ല സുഗന്ധമുള്ള പൂക്കൾ കൊണ്ടുവരുന്നു. ക്യാരി. അപ്പോൾ ക്യാരി എന്നുള്ളത് എന്താവും മക്കളെ, ദ ഡോൾഫിൻസ് ക്യാരീഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ക്യാരിയുടെ പാസ്റ്റ് ടെൻസ് ആണ് ക്യാരീഡ്. ഇനി അടുത്തത് ജൂലിയ സ്മൈൽസ്. ജൂലിയ ചിരിക്കുന്നു. സ്മൈൽസ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് സ്മൈൽഡ് എന്നാണ്. അപ്പോൾ ജൂലിയ സ്മൈൽഡ്, ജൂലിയ ചിരിച്ചു എന്നാവും. അടുത്തത് നോക്കൂ. ദ പാർട്ടി ബിഗിൻസ്. പാർട്ടി തുടങ്ങുന്നു. ബിഗിൻസ് എന്ന് വെച്ചാൽ തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ത് വരും, തുടങ്ങി എന്നാണ് വരിക. അപ്പോൾ ദ പാർട്ടി ബിഗിൻ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ബിഗാൻ എന്നാണ്. ദ പാർട്ടി ബിഗാൻ എന്നാണ് വരുന്നത്. ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. താഴെ തന്നിട്ടുള്ള ചിത്രം നോക്കൂ. ദ വേർഡ്സ് അണ്ടർലൈൻഡ് ഇൻഡിക്കേറ്റ് എ ഗ്രൂപ്പ്. താഴെ തന്നിട്ടുള്ള സെൻറ്റൻസുകളിൽ ഒരു വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്ത വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് എന്നാണ്, കൂട്ടം എന്നാണ്.
എ ഫിഷ് ഒരു മീൻ, എ സ്കൂൾ ഓഫ് ഫിഷ് മീനുകളുടെ കൂട്ടം. ഇവിടെ സ്കൂൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഗ്രൂപ്പ് എന്നാണ് കേട്ടോ. എ ബനാന ഒരു പഴം, എ ബഞ്ച് ഓഫ് ബനാനാസ് പഴങ്ങളുടെ ഒരു കൂട്ടം. ബഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്ന് തന്നെയാണ് അർത്ഥം. എ ഡോഗ് ഒരു നായ, എ പാക്ക് ഓഫ് ഡോഗ്സ് ഇവിടെ പാക്ക് എന്ന് പറഞ്ഞാലും ഗ്രൂപ്പ് അല്ലെങ്കിൽ കൂട്ടം എന്നാണ് അർത്ഥം. ഇനി അടുത്തത് നോക്കൂ, എ ബോയ് എന്നുള്ളതിന് നമുക്കിവിടെ എന്താണ് ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എന്ത് പറയാം, എ ടീം ഓഫ് പ്ലെയേഴ്സ് കളിക്കാരുടെ ഒരു ടീമിൻ്റെ ഒരു കൂട്ടം. ടീം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്ന് തന്നെയാണ് മീനിങ് വരുന്നത്. അടുത്തത് ഷീപ്പുകളുടെ കൂട്ടമാണ്. ഷീപ്പുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഹേർഡ് എന്നാണ് പറയുക, എ ഹേർഡ് ഓഫ് ഷീപ്പ്. ഇനി അതുപോലെ അവസാനത്തേത് കീസ് ചാവികളുടെ കൂട്ടമാണ്. കീസിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ ബഞ്ച് എന്നാണ് പറയുക. അപ്പോൾ എ ബഞ്ച് ഓഫ് കീസ്. ആക്ടിവിറ്റി 8 കംപ്ലീറ്റ് ദ ഫോളോയിങ് പിക്ചർ ബൈ ജോയിനിങ് ദ ഡോട്ട്സ്. നമുക്ക് താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രം പൂർത്തിയായിട്ടില്ല. അവിടെ നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഇട്ടിട്ട് കുത്തുകൾ തന്നിട്ടുണ്ട്. ആ കുത്തുകളിലൂടെ നിങ്ങൾ വരച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ചിത്രം പൂർത്തിയാക്കി കൊടുക്കുക. ദെൻ കളർ ഇറ്റ്. എന്നിട്ട് നല്ല മനോഹരമായ നിറം കൊടുക്കണേ. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മെർമെയ്ഡ് ആൻഡ് ദ ഗോൾഡ് ഫിഷ്. ഈ മെർമെയ്ഡും മത്സ്യകന്യകയും ഗോൾഡ് ഫിഷും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, സംഭാഷണം എഴുതി നോക്കൂ. നോക്കിക്കേ, ഞാനാദ്യം ഇത് ഡോട്ടുകളൊക്കെ ഇട്ടിട്ട് ചിത്രം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിറം നിങ്ങൾ കൊടുക്കണം, നല്ല മനോഹരമായ നിറം നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് കോൺവെർസേഷൻ നോക്കാം. മെർമെയ്ഡ്, ഹായ് മൈ ഡിയർ ഗോൾഡ് ഫിഷ്. ഹായ് ഗോൾഡ് ഫിഷ് എന്ന് മെർമെയ്ഡ് പറയുകയാണ്. അപ്പോൾ ഗോൾഡ് ഫിഷ്, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മൈ ഡിയർ പ്രിൻസസ് ജൂലിയ. പ്രിൻസസ് ജൂലിയ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബർത്ത്ഡേ അല്ലേ, അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മെർമെയ്ഡ്, താങ്ക് യു സോ മച്ച് ഡിയർ. നിനക്ക് നന്ദി. ഗോൾഡ് ഫിഷ്, യു ആർ ലുക്കിംഗ് സോ പ്രെറ്റി ടുഡേ. നിങ്ങളെ കാണാൻ ഇന്ന് നല്ല ഭംഗിയായിട്ടുണ്ട്. ദ ക്രൗൺ യു വോർ മേക്ക് യു മോർ പ്രെറ്റി. നീ ധരിച്ച കിരീടം നിന്നെ അതിസുന്ദരിയാക്കിയിരിക്കുന്നു. മെർമെയ്ഡ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോംപ്ലിമെൻറ്റ്. നിൻ്റെ കോംപ്ലിമെൻറ്റിന്, നിൻ്റെ പ്രശംസയ്ക്ക് നന്ദി. ഗോൾഡ് ഫിഷ്, ഐ ആം റിയലി സോറി മൈ പ്രിൻസസ്, ഐ ഡിഡൻറ്റ് ബ്രിങ് എനിത്തിങ് ഫോർ യു ആസ് എ ഗിഫ്റ്റ്. ഞാൻ നിനക്ക് സമ്മാനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് ഗോൾഡ് ഫിഷ് പറയുന്നു. മെർമെയ്ഡ്, ഇറ്റ്സ് ഓക്കെ ഡിയർ, നോ നീഡ് ഓഫ് ഇറ്റ്. അത് സാരമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യുവർ പ്രസൻസ് മെയ്ഡ് മീ ഹാപ്പി. നീ വന്നതിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമെന്ന് മെർമെയ്ഡ് പറഞ്ഞു. ഗോൾഡ് ഫിഷ്, എവ്രി വൺ ഗേവ് യു ഗിഫ്റ്റ്സ്, ഐ ആം സോ സോറി ഐ കാണ്ട്. എല്ലാവരും നിനക്ക് സമ്മാനം തന്നില്ലേ, എനിക്ക് സാധിക്കാത്തതിൽ എന്നോട് നീ ക്ഷമിക്കണം. മെർമെയ്ഡ്, ഡോണ്ട് വെറി ഡിയർ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി ആൻഡ് എൻജോയ്. അത് സാരമില്ല, അതൊന്നും കാര്യമാക്കണ്ട, അതിലൊന്നും കുഴപ്പമില്ല, നമുക്ക് പാർട്ടി തുടങ്ങാം, സന്തോഷിക്കാമെന്ന് മെർമെയ്ഡ് പറയുന്നു. ആക്ടിവിറ്റി 9 വി യൂസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഫോർ വേരിയസ് പർപ്പസസ്. നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ബട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് ഹാംഫുൾ. പക്ഷേ എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം എന്താണ് മക്കളെ? ഹാംഫുൾ ആണ്, ദോഷകരമാണ്. ഡിസൈൻ എ പോസ്റ്റർ ഇൻ യുവർ നോട്ട്ബുക്ക് എഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കി നോക്കൂ. ഒരെണ്ണം നമുക്കിവിടെ തന്നിട്ടുണ്ട്, സേ നോ ടു പ്ലാസ്റ്റിക്. കണ്ടോ, നല്ല മനോഹരമായിട്ടുള്ള അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചിത്രമൊക്കെ വരച്ചിട്ട് ഒരു കൊട്ടേഷൻ, ഒരു വാക്യം എഴുതി കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ഇതുപോലെ ഒരു പോസ്റ്റർ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നോക്കിക്കേ മക്കളെ, ഞാനിവിടെ പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെ, പ്ലാസ്റ്റിക്കിൻ്റെ യൂസിനെതിരെ കുറച്ച് പോസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് വേറെ ചെയ്യാം കേട്ടോ. ആക്ടിവിറ്റി 10 ലെറ്റ്സ് മേക്ക് എ പേപ്പർ ഫിഷ്. പേപ്പർ കൊണ്ടൊരു മീനിനെ ഉണ്ടാക്കിയാലോ. നോക്കിക്കേ, പേപ്പർ കൊണ്ട് ഒരു മീനിനെ ഉണ്ടാക്കുന്ന വിവിധ ഘട്ടങ്ങൾ, സ്റ്റെപ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതുപോലെ നോക്കിയിട്ട് നിങ്ങളും ഒന്നുണ്ടാക്കി നോക്കിക്കേ. ആക്ടിവിറ്റി 11 റീഡ് ദ ഫോളോയിങ് പോയം, കംപ്ലീറ്റ് ദ പോയം ആൻഡ് ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. താഴെ തന്നിട്ടുള്ള പോയം വായിക്കുക, എന്നിട്ട് നമുക്കിതിൽ ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ തന്നിട്ടുണ്ട്. പോയം മുഴുവനായിട്ട് എഴുതിയിട്ടില്ല, അപ്പോൾ ബാക്കിയുള്ള നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല യോജിച്ച ഒരു ടൈറ്റിൽ, തലക്കെട്ടും കൊടുക്കുക. വാട്ടർ ഈസ് ഹിയർ, ഇറ്റ് ഈസ് സോ ഫ്രഷ്. എന്താണ്? ഇത് വെള്ളമാണ്, ഇതെന്താണ്? ഫ്രഷാണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽ. എന്താണ്? കുന്നുകളിൽ നിന്നും താഴേക്ക് ഒഴുകുന്നു, നമ്മളെ സന്തോഷിപ്പിക്കുന്നു. വാട്ടർ ഈസ് ക്ലിയർ, ഇറ്റ് ഈസ് സോ നൈസ്. ഫ്ലോസ് ഡൗൺ ഫ്രം ദ ഹിൽസ്, ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. വാട്ടർ എന്താണ്? ക്ലിയർ ആണ്, തെളിഞ്ഞതാണ്. ഇറ്റ് ഈസ് സോ നൈസ്, നല്ലതാണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. കുന്നുകളിൽ നിന്നും താഴേക്ക് ഒഴുകുന്നു, നമ്മെ സന്തോഷിപ്പിക്കുന്നു. ഇനി അടുത്തത് ഇതുപോലെ
രണ്ട് വരികൾ നമുക്കിവിടെ വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിത് കംപ്ലീറ്റ് ചെയ്തെന്ന് നോക്കിക്കേ. വാട്ടർ ഈസ് പ്യുവർ, ഇറ്റ് ഈസ് സോ കൂൾ, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. വാട്ടർ ഈസ് ഡിയർ, ഇറ്റ് ഈസ് സോ സോഫ്റ്റ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. വാട്ടർ ഈസ് അവേഴ്സ്, ഇറ്റ് ഈസ് സോ പ്രഷ്യസ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. മനസ്സിലായോ മക്കളെ? ഞാൻ അതുമായിട്ട് ആദ്യത്തെ ലൈൻസുമായിട്ട് സ്യൂട്ട് ചെയ്യുന്ന രീതിയിലാണ്, യോജിക്കുന്ന രീതിയിലാണ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വാട്ടർ ഈസ് പ്യുവർ, വാട്ടർ പ്യുവറാണ്, ശുദ്ധമാണ്. ഇറ്റ് ഈസ് സോ കൂൾ, തണുത്തതാണ് അല്ലേ. പിന്നെയോ വാട്ടർ ഈസ് ഡിയർ, വാട്ടർ വെള്ളം പ്രിയപ്പെട്ടതാണ്. ഇറ്റ് ഈസ് സോ സോഫ്റ്റ്, മൃദുലമാണ്. വാട്ടർ ഈസ് അവേഴ്സ്, വെള്ളം നമ്മുടേതാണ്. ഇറ്റ് ഈസ് സോ പ്രഷ്യസ്, അതെന്താണ്, വിലപിടിപ്പുള്ളതാണ്. ഇനി ഒരു ഹെഡിങ് കൊടുത്തേ, ഒരു ടൈറ്റിൽ കൊടുത്തേ. ഐ ആം വാട്ടർ, ഞാൻ വെള്ളം. ആക്ടിവിറ്റി 12. റൈറ്റ് മോർ എക്സ്പ്രഷൻസ് സിമിലർ ടു ദ വൺ ഗിവൺ ബിലോ. താഴെ നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അതുമായിട്ട് സ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ബാക്കിയുള്ളത് കൂടെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഏതാണ് നമുക്ക് തന്നിട്ടുള്ളത്? സോ യമ്മി, സോ ഡെലീഷ്യസ് അല്ലേ. എന്ത് മധുരം, എന്ത് സോ യമ്മി, എന്ത് ഡെലീഷ്യസ്, എത്ര സ്വാദിഷ്ടം. ഇനി അതുപോലെ ഇവിടെ തന്നിട്ടുള്ളത് നോക്കിക്കേ. സോ ബ്യൂട്ടിഫുൾ, എത്ര മനോഹരം. സോ എലഗൻറ്റ്. അതുപോലെ നമുക്ക് ഏതൊക്കെ ചെയ്യാം മക്കളെ? സോ പ്രെറ്റി, സോ ബ്യൂട്ടിഫുൾ, സോ ഹാൻസം, സോ ഗ്രേറ്റ്. ഇതെല്ലാം അതുപോലെ വരുന്ന സിമിലർ എക്സ്പ്രഷൻസ് ആണ് കേട്ടോ. ആക്ടിവിറ്റി 13. റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഈ കഥ മുഴുവനാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഥ വായിച്ചല്ലോ, അപ്പോൾ ഈ കഥ നമ്മളുടെ വാക്കിൽ എങ്ങനെ ഒന്ന് വിശദീകരിച്ച് കൊടുക്കുക, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിലെന്തൊക്കെ വേണം? ഹൂ ഈസ് ദിസ്, ആരാണ് ഈ കാണുന്നത്. പിന്നെ വാട്ട് ഡിഡ് ഹി സീൻ ഇൻ ദ ഡീപ് സീ, കടലിൻ്റെ ആഴത്തിൽ അവൻ എന്താണ് കണ്ടത്. ഹൂ അപ്പിയർഡ് നിയർ ദ വിൻഡോ, ജനലിനടുത്ത് പ്രത്യക്ഷപ്പെട്ടത് ആരാണ്. വാട്ട് വാസ് ദ സെലിബ്രേഷൻ ഇൻ ദ പാലസ്, കൊട്ടാരത്തിൽ നടന്ന ആഘോഷം എന്തായിരുന്നു. ഹൂ മേഡ് എ വിസ്ലിംഗ് സൗണ്ട്, ആരാണ് ഒരു വിസിലടിക്കുന്ന സൗണ്ട് ഉണ്ടാക്കിയത്, ശബ്ദമുണ്ടാക്കിയത്. വാട്ട് വർ ദ ബോട്ട്മെൻ ഡൂയിങ്, ആ ബോട്ടിൽ വന്ന ആളുകൾ എന്തായിരുന്നു ചെയ്തത്. വാട്ട് ഡിഡ് ദ ഷാർക്ക് ഡു, ഷാർക്ക് എന്താണ് അവരോട് ചെയ്തത്. ഡിഡ് ദ പ്രിൻസസ് പണിഷ് ദ ബോട്ട്മെൻ, വാട്ട് ഡിഡ് ഷീ ഡു, പ്രിൻസസ് ആ ബോട്ട്മെന്നെ മനുഷ്യരോട് എന്താ ചെയ്തത്, അവൾ അവരെ ശിക്ഷിച്ചോ പണിഷ് ചെയ്തോ, അവൾ എന്താ ചെയ്തത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഈ കഥയൊന്ന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നറേറ്റ് ചെയ്ത് നോക്കൂ. One day a goldfish was swimming in the sea. He saw his friends swimming in the same way. He too followed them. He reached near a beautiful palace. The palace was decorated with gems and pearls. At that time, a beautiful mermaid appeared near the palace window. All the friends of the goldfish presented gifts to the mermaid and wished her a happy birthday. They cut the cake and began the birthday party. They played music and started to dance. At that time, suddenly a dolphin whistled loudly. All of the fishes stopped the party and went near to dolphin. The dolphin said them that the humans are coming again to dump the plastic waste in their sea. All of them decided to drive the human out of the sea because many of their friends were died eating the plastics. Everyone went near to the boat and that terrified those men. The men begged for their life. The princess warned and let them go. Activity 14. Observe the pictures. താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നോക്കിക്കേ. റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. ഈ ചിത്രം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം. All the vegetables in a village decided to conduct a dance party. ഒരു വില്ലേജിലെ എല്ലാ വെജിറ്റബിൾസും കൂടെ ഒരു ഡാൻസ് പാർട്ടി നടത്താമെന്ന് തീരുമാനിച്ചു. ദേ ഫിക്സ്ഡ് എ ഡേ ആൻഡ് സ്റ്റാർട്ടഡ് ദെയർ ഡാൻസ് പാർട്ടി. അവരൊരു ദിവസം നിശ്ചയിച്ചിട്ട് അവരുടെ ഡാൻസ് പാർട്ടി തുടങ്ങി. ബ്രിഞ്ചോൾ സ്റ്റാർട്ടഡ് ദ പാർട്ടി. തുടങ്ങിയത് ആരാണ്? ബ്രിഞ്ചോളാണ്. ദ എഗ് പ്ലാന്റ് സ്റ്റാർട്ടഡ് ടു സിങ് എ ബ്യൂട്ടിഫുൾ സോങ്. ബ്രിഞ്ചോൾ എന്ത് ചെയ്തു? ഒരു നല്ല പാട്ട് പാടി. ആഫ്റ്റർ ദാറ്റ് ക്യാബേജ് സാങ് എ മെലോഡിയസ് സോങ്. അത് കഴിഞ്ഞിട്ട് ക്യാബേജ് ഒരു മെലഡി സോങ് പാടി. പംകിൻ സ്റ്റെപ്ഡ് ടു മോഹിനിയാട്ടം ആൻഡ് പൊട്ടാറ്റോ പ്രസൻറ്റഡ് എ സിനിമാറ്റിക് ഡാൻസ്. പംകിന് മോഹിനിയാട്ടവും പൊട്ടാറ്റോ എന്ത് ചെയ്തു? സിനിമാറ്റിക് ഡാൻസും ചെയ്തു. സഡൻലി ദ സ്കൈ ഡാർക്കൻഡ് വൈൽ ദ ക്യുക്കുംബേഴ്സ് ഡാൻസ് ഷോ. പെട്ടെന്ന് ക്യുക്കുംബർ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ആകാശം ആകെ കറുത്തു. എ സ്ട്രോങ് വിൻഡ് ബ്ലൂ ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഒരു വലിയ കാറ്റ് വീശിയിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങി. ദ പുവർ വെജിറ്റബിൾസ് വെർ ഓൾ സോഗി. പാവം എല്ലാ വെജിറ്റബിൾസിനും ആകെ സങ്കടമായി. സാഡൻഡ് ദേ ഓൾ റാൻ ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്.
അവരെല്ലാവരും സങ്കടത്തോടെ പല വഴിക്ക് ഓടി. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് കേട്ടോ നിങ്ങൾക്ക് ഫെസ്റ്റീവ് ഫൺ എന്നുള്ള ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളത്. ആക്ടിവിറ്റീസ് എല്ലാം എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. 3ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ വീഡിയോകൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്